ഒരാളുടെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്ന സാധനമാണ് ആളുടെ ഫേഷ്യൽ അപ്പിയറൻസ്. ഫേഷ്യൽ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. മെയിൻലി ഫില്ലേഴ്സ് അല്ലെങ്കിൽ ഫാറ്റ്, ഇത് രണ്ടുമാണ് മെയിൻലി ആയിട്ട് ഓപ്ഷൻസ്. ഇതിൽ ഏതാണെന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്. ഫില്ലറിനും ഫാറ്റിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫില്ലർ ഒരു വൺ ടൈം പ്രൊസീജിയറാണ്. ഇറ്റ് ടേക്സ് ഹാർഡ്ലി ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. നമ്മുടെ കണ്ണിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ എവിടെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ആ സിറിഞ്ച് എടുത്ത് ഇഞ്ചെക്ട് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് സർജറിയാണ്. മിക്ക ഫില്ലറിൻ്റെയും ലൈഫ് വരുന്നത് ഒരു 6 months to ഒരു 10 months, ചിലർക്ക് ഒരു 15 months വരെയൊക്കെ കിട്ടാം. ഫാറ്റ് ഗ്രാഫ്റ്റിംഗിൽ അങ്ങനെയല്ല. ഫാറ്റ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫാറ്റ് ബോഡി അബ്സോർബ് ചെയ്യും, ചിലപ്പോൾ 30% ആയിരിക്കാം. എന്നാൽ ബാക്കി എത്ര ഫാറ്റ് ഉണ്ടോ ആ ഫാറ്റ് കുറേ വർഷങ്ങൾ നിൽക്കും. ആൻഡ് അത് നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു പാർട്ട് ആയതുകൊണ്ട് വണ്ണം വെച്ചാൽ ഈ ഫാറ്റും അതനുസരിച്ച് തന്നെ വണ്ണം വയ്ക്കും. വണ്ണം കുറഞ്ഞാൽ ഈ ഫാറ്റും വണ്ണം കുറയും. തേർഡ് ഈസ് കോസ്റ്റ്. ഫില്ലറിന്റെ കമ്പനി അനുസരിച്ചിട്ട് ഒരു മില്ലി ഒരു സിറിഞ്ചിന് വരുന്നത് 18,000, 20,000, 30,000 വരെയൊക്കെ പോകാം. ഒരു സിറ്റിംഗിൽ 2-3 സിറിഞ്ച് വേണ്ടി വരുമ്പോൾ ഇറ്റ് മൈറ്റ് കം ടു മേ ബി ഒരു 70 or 80,000, 90,000 വരെയൊക്കെ വരാറുണ്ട്. ആ റേഞ്ച് തന്നെയാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് വരുന്നത്. പക്ഷേ ഫില്ലർ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. എന്നാൽ ഫാറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ സെറ്റ് ആയതുകൊണ്ട് റെപ്പറ്റീഷൻ വരുന്നില്ല. ബിസിയായ ഒരു ആക്ടറൊക്കെ ആണെങ്കിൽ ജോലിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ ഫില്ലറാണ് സാറിന് പ്രിഫർ ചെയ്യുന്നത്. ലോങ് ടേം റിസൾട്ടാണ് നോക്കുന്നതെങ്കിൽ യൂഷ്വലി ഫാറ്റ് ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. നമ്മളിവിടെ രണ്ടും ചെയ്യാറുണ്ട്, ഫില്ലേഴ്സും ചെയ്യാറുണ്ട്, ഫാറ്റും ചെയ്യാറുണ്ട്. ആൾക്കാരുടെ ആവശ്യം അനുസരിച്ചിട്ടും എന്താണ് അവർക്ക് വേണ്ടതെന്നനുസരിച്ചിട്ടും രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കുക ഏതാണ് വേണ്ടതെന്നുള്ളത്.